ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ ഗാർഡൻ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, എൻ്റെ സൈഡിൽ കാണുന്നുണ്ടോ, ഈ ഏരിയ ഫുള്ള് ക്ലീൻ ആക്കലായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ് വേവിക്കും. ഇവിടെ ഫുള്ള് മിൻ്റായിരുന്നു. നമുക്ക് കാട് പോലെ മിൻ്റ് നിൽക്കുമായിരുന്നു. നമുക്ക് അത്ര ആവശ്യം ഇല്ല. എനിക്കറിയില്ലായിരുന്നു ഇത് നടുന്ന സമയത്ത് ഇങ്ങനെ കാട് പോലെ ആകുമെന്നും പിടിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പം പിടിച്ചപ്പോൾ ഇങ്ങനെ കാട് പോലെ നിറഞ്ഞങ്ങോട്ട് മിൻ്റായി. അപ്പോൾ ഈ ഏരിയ ഫുള്ള് ക്ലിയർ ആക്കി കേട്ടോ. എന്നിട്ട് കുറച്ച് ഭാഗം മാത്രം നമ്മളവിടെ മിൻ്റ് വെച്ചു. ഇത് കണ്ടോ, ഇന്നത്തെ ഫുള്ള് പണി ഇതായിരുന്നു കണ്ടോ. അടിയിലേക്ക് നല്ല നല്ല അഗാധ കൃത്യത്തിൽ ഇതിൻ്റെ വേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബീൻസ് ചെടി നിന്നയിച്ച ഏരിയ കേട്ടോ. അത് ഫുള്ള് പറിച്ച് കളഞ്ഞു. എന്നിട്ട് അതിന് പകരം നമ്മൾ പടർന്ന് കയറുന്ന ചെടികൾ വെച്ചേക്കുവാണെ, മുന്തിരി പിന്നെ സ്നോ ബീൻസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചേക്കുക. അപ്പോൾ ഈ നെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിപ്പിച്ചിട്ടില്ല, പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. എന്താ പറയുക, പടർന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് വെച്ചേക്കുന്നത്. പിന്നെ ആ ചെറിയ ചെടികളാണ് അതിൻ്റെ താഴത്ത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന് നട്ടത്. അപ്പോൾ അതിന് കുറച്ച് തണൽ കിട്ടാൻ വേണ്ടി നമ്മൾ അപ്പുറത്തിരുന്ന് വെച്ചാൽ റോസുകളെല്ലാം ചെടിച്ചട്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ്ലറിൽ അതെല്ലാം നനഞ്ഞോളും. മീൻസ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഏരിയ ക്ലീൻ ആക്കിയപ്പോഴത്തേക്ക് ഇവിടെ കുറേ സ്പ്രിംഗ് അണിയൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുണ്ടോ, ഇത് അണിയനാണോ ഉള്ളിയാണോ എന്ന് വലിയ പിടുത്തമില്ല. എനിക്ക് സവാളയാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സവാളയാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കും. ഇനി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഗാർഡൻ വിശേഷം.